ഇന്നത്തെ വീഡിയോ പച്ചച്ചക്ക വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത് ഷുഗറുള്ളവർക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിനായി ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കിയെടുക്കുന്നത്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് തണയുന്നതിന് വേണ്ടി മാറ്റാം. പിന്നീട് ചക്ക കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ചക്ക മിക്സിയുടെ ജാറിലേക്ക്, ഞാൻ അത് ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട്, നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെയാണ് ഞാൻ അടിച്ചെടുത്തത്. ഈ പരുവത്തിൽ അടിച്ചെടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് ഗോതമ്പ് പൊടി കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ പുട്ട് കുഴയ്ക്കുന്ന മാതിരി ആ നനവ് നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ നമ്മൾ പുട്ടുപൊടി കുഴയ്ക്കും പോലെ തന്നെ ഗോതമ്പത്തിൻ്റെ പുട്ട് ഉണ്ടാക്കുന്ന മാതിരി, പക്ഷെ വെള്ളം ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. പുട്ടും തൂക്കിൽ വെള്ളം വെച്ചിട്ട് സ്റ്റവിൽ ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് കുറ്റിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. പൊടി ആദ്യം തേങ്ങ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്ന മാതിരി തന്നെ അങ്ങനെ പുട്ടും കുറ്റിയിലേക്ക് ആ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റവിൻ്റെ തൂക്കിൻ്റെ മുകളിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് തേങ്ങയും ഇട്ട് കൊടുക്കുക. കുറേശ്ശെ പുട്ടുതൂക്കിൻ്റെ മുകളിൽ വെള്ളം തിളച്ചിട്ട് ആവി വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ പെട്ടെന്ന് ആവി വന്ന് നമുക്കത് കുത്തിയെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയും പച്ചച്ചക്കയും ഉപയോഗിച്ച് പുട്ടിവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.